പയ്യന്നൂരിലെ പരാജയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി.കെ. ശ്രീമതി ജനമനസ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ജയിക്കാൻ കഴിയുമോ എന്ന് ആദ്യം ആശങ്കയുണ്ടായിരുന്നുവെന്നും എന്നാൽ ജയിക്കുമെന്ന് കരുതിയെന്നും പി.കെ. ശ്രീമതി ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് പി.കെ. ശ്രീമതി ഫേസ്ബുക്കിൽ ഇടുന്നത്? അതിന് മുൻപ് നേരത്തെ പി ജയരാജൻ അടക്കം ഇവിടെ ഫേസ് പോസ്റ്റിൽ ഇട്ടിരുന്നു. അതിലൊക്കെ ചില ഒളിയമ്പുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പയ്യന്നൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ടാണല്ലോ പി.കെ. ശ്രീമതിയുടെ ഈ പോസ്റ്റ്. മുൻപ് പി.കെ. ശ്രീമതി മത്സരിച്ച് ജയിച്ച മണ്ഡലം കൂടിയാണല്ലോ പയ്യന്നൂർ. പി.കെ. ശ്രീമതിക്കായിരുന്നു ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. പി.കെ. പയ്യന്നൂർ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. നേരത്തെ ഈ പയ്യന്നൂരിലെ തോൽവിക്ക് പിന്നാലെ അവരുടെ പ്രതികരണം ഒക്കെ തേടിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ പയ്യന്നൂരിലെ തോൽവിയെക്കുറിച്ച് പി.കെ. ശ്രീമതി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ജനമനസ്സ് മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്നാണ് പി.കെ. ശ്രീമതി പറയുന്നത്. ജയിക്കാൻ കഴിയുമോ എന്നതിൽ ആദ്യം പയ്യന്നൂരിൽ എത്തിയപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ജയിക്കുമെന്ന് തന്നെ കരുതിയിരുന്നതായി പി.കെ. ശ്രീമതി പറഞ്ഞിരുന്നു. നമ്മളൊക്കെ തന്നെ ഈ പയ്യന്നൂരിൽ പ്രചരണത്തിന് അതിനെ റിപ്പോർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് പി.കെ. ശ്രീമതി ഇതിന്റെ ചുമതലയുണ്ടായിരുന്നവരിൽ ഈ പ്രതികരണം തേടിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമായിരുന്നു. ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി.കെ. ശ്രീമതിക്കായിരുന്നു പയ്യന്നൂരിൽ LDFന്റെ പ്രചാരണ ചുമതല. അതുമായി ബന്ധപ്പെട്ട് ചുമതലയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ പരാജയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ നൽകിയിരിക്കുകയാണ് പി.കെ. ശ്രീമതി. ഇത് പ്രതീക്ഷിച്ച ഒരു ഫലമല്ല എന്നാണ്, ജനമനസ്സ് മനസ്സിലാക്കുന്നതിൽ അത് പരാജയപ്പെട്ടു എന്ന ഒരു സ്വയം വിമർശനം കൂടിയാണ് ആ പോസ്റ്റിൽ പി.കെ. ശ്രീമതി നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.